ഫ്രണ്ട്സ്, വെൽക്കം ടു ആർച്ചീസ് വേൾഡ്. എൻ്റെ പേര് അർച്ചന. ആക്ച്വലി ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യണത് കുറേ പേർക്ക് PSW എന്താണെന്ന് അതിനെക്കുറിച്ചൊരു ഐഡിയ ഉണ്ടാവില്ല. കാരണം എൻ്റെ പോലെ തന്നെ എൻ്റെ കുറേ ഫ്രണ്ട്സ് ഇവിടെ വന്നിട്ടാണ് നമുക്ക് ഈ PSW എന്ന് പറഞ്ഞ സംഭവത്തിൻ്റെ യഥാർത്ഥ സത്യം അറിയണത്. ഞങ്ങൾക്കും വ്യക്തമായിട്ട് അറിയണ്ടല്ലോ. ഞങ്ങൾക്ക് ആകെ അറിയണ്ടായിരുന്ന ഇൻഫർമേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ നിന്ന് വരുമ്പോൾ ലൈക്ക് സ്റ്റുഡൻ്റായിട്ട് നമ്മളിവിടെ വരുമ്പോൾ സ്റ്റുഡൻ്റായിട്ട് വരുമ്പോൾ നമ്മുടെ ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് ദി കോഴ്സ് നമ്മുടെ പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം 2 കൊല്ലം ഇവിടെ സ്റ്റേ ബാക്ക് ഉണ്ടാവും. ഓക്കെ, അത് ഗ്രാജുവേഷൻ ആണെങ്കിലും പോസ്റ്റ് ഗ്രാജുവേഷൻ ആണെങ്കിലും 2 കൊല്ലം ഇവിടെ സ്റ്റേ ബാക്ക് ഉണ്ടാവും. ആ സ്റ്റേ ബാക്കിൽ നമുക്ക് ഇവിടെ വർക്ക് ചെയ്യാം. ഈ ഒരു ഐഡിയ മാത്രമേ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ വിചാരിച്ചിട്ട് ഇവിടെ വന്നിട്ടാണ് നമുക്ക് ശരിക്കുള്ള കാര്യം അറിയണത്. എന്താണെന്ന് വെച്ചാൽ ഈ 2 കൊല്ലം കഴിഞ്ഞിട്ട് നമ്മൾ ഈ വർക്ക് വിസയിലേക്ക് മാറുമ്പോൾ നമ്മൾ വർക്ക് ചെയ്യാനുള്ള വിസയിലേക്ക് മാറണം. ഓക്കെ, അതാണ് ഏറ്റവും സത്യം. അപ്പോൾ ഈ വിസയിലേക്ക് മാറുമ്പോൾ നമുക്ക് വീണ്ടും എന്താണ് വിസയ്ക്ക് അപ്ലൈ ചെയ്യണം. നമ്മുടെ കംപ്ലീഷൻ കഴിഞ്ഞിട്ട് നമ്മുടെ വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യണം. ആ വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ വീണ്ടും ചാർജസ് വരും. എന്തൊക്കെ ചാർജസ് അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ഞാൻ പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ പോസ്റ്റ് സ്റ്റഡി വർക്ക് അല്ലെങ്കിൽ ഈ ഗ്രാജുവേറ്റ് വിസയിലേക്ക് സ്വിച്ച് ചെയ്യണ സമയത്ത് ഇതിന് കുറച്ച് എലിജിബിലിറ്റീസ് ഉണ്ട്, നമ്മൾ ഫുൾഫിൽ ചെയ്യണം. ഓക്കെ, ഈ വിസയിലേക്ക് സ്വിച്ച് ചെയ്യാനായിട്ട് ഫസ്റ്റ് എലിജിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഏത് സ്റ്റുഡൻ്റ് ആണെങ്കിലും ഇവിടെ ഫിസിക്കലി UK പ്രസൻ്റ് ആയിരിക്കണം. നമ്മൾ കോഴ്സ് കഴിഞ്ഞ് നാട്ടിൽ പോകാം, നാട്ടിൽ നിന്ന് വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യാം, അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇല്ല. നമ്മൾ ഫിസിക്കലി UK പ്രസൻ്റ് ആയിരിക്കണം പോസ്റ്റ് ഗ്രാജുവേറ്റ് വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ. ഓക്കെ, അതുകൂടാണ്ട് ഈ സെക്കൻഡ് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോഴ്സ് കംപ്ലീറ്റ് ആയിരിക്കണം, നമ്മൾ അതിൽ പാസ്സായിരിക്കണം. ഓക്കെ, പാസ്സായാൽ മാത്രമാണ് നമുക്ക് ഈ ഗ്രാജുവേറ്റ് വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഒരു ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ലൈക്ക് ഇപ്പോൾ നമ്മുടെ കൂടെ നമ്മുടെ ഹസ്ബൻഡ്സ് ഉണ്ടെന്ന് വെക്കുക, ഹസ്ബൻഡോ ഫാമിലി ആരെങ്കിലും പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ആ പിള്ളേരും ഫാമിലിയും ഇവിടെ വന്നിരിക്കണം. പോസ്റ്റ് ഗ്രാജുവേഷൻ ലൈക്ക് നമ്മൾ ഇതിന് മുമ്പ് തന്നെ ഡിപ്പെൻഡൻറ്റ് വിസ ആയിട്ട് അവർ ഇവിടെ ഉണ്ടായിരിക്കണം. അപ്പോഴാണ് അവർക്ക് മറ്റേ ഗ്രാജുവേറ്റ് വിസയിലേക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതുകൂടാണ്ട് ഏത് സ്റ്റുഡൻ്റാണ് അപ്ലൈ ചെയ്യണത് അതിൻ്റെ ആ സ്റ്റുഡൻറ്റിൻ്റെ പ്രീവിയസ് വിസ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻറ്റ് വിസ ആയിരിക്കണം. ലൈക്ക് നമ്മൾ ആരെങ്കിലും വർക്ക് വിസയിലോ അല്ലെങ്കിൽ സ്കിൽഡ് വിസയിലോ അങ്ങനെ ഏതെങ്കിലും വിസയിൽ ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് വന്നിട്ട് ആൾ ഇവിടെ വന്നിട്ട് സ്വിച്ച് ചെയ്തു എന്ന് വെക്കാം. നമ്മൾ കുറേ അങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. കുറേ പേര് അങ്ങനെ സ്വിച്ച് ചെയ്യാറുണ്ട്, സ്കിൽഡ് വിസയിലേക്കൊക്കെ മാറാറുണ്ട്. ഓക്കെ, ഇവിടെ വന്നിട്ട് വേറെ ജോബൊക്കെ കിട്ടിയിട്ട് നമ്മുടെ സ്റ്റഡീസ് നമ്മളവിടെ ഡ്രോപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ആ സ്കിൽഡ് വിസയിലേക്ക് മാറുന്നത്. പക്ഷെ അങ്ങനെ മാറിയതിന് ശേഷം ഇൻ കേസ് ആ വ്യക്തിനെ ആ കമ്പനി അവിടുന്ന് ഫയർ ചെയ്തു എന്ന് വിചാരിക്കാം, മീൻസ് ആളവിടുന്ന് ജോബിൽ നിന്ന് പിരിച്ചു വിട്ടു എന്ന് വിചാരിക്കാം. എന്നിട്ട് ആ സ്റ്റുഡൻറ്റിന് വീണ്ടും ഒരു ലൈക്ക് ഗ്രാജുവേറ്റ് വിസയിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതാണ് 4ാമത്തെ ക്രൈറ്റീരിയ. ഇതുകൂടാണ്ട് നമ്മുടെ കോളേജിൽ നിന്ന് ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണോ അവിടുന്ന് ഹോം ഓഫീസിലേക്ക് ഒരു മെയിൽ ചെന്നിരിക്കണം. നമ്മൾ ഇന്ന വ്യക്തി ഇന്ന കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു മെയിൽ അവിടെ ചെന്നിരിക്കണം. എന്നാലാണ് അവർ നമുക്ക് ഗ്രാജുവേറ്റ് വിസ പ്രൊവൈഡ് ചെയ്യുള്ളൂ. ഓക്കെ, ഇതൊക്കെയാണ് ഇതിൻ്റെ ക്രൈറ്റീരിയാസ്. ഇനി ഞാൻ ഇതിൻ്റെ പ്രോസസ്സിംഗ് അല്ല, ഇതിന് വേണ്ടി വരുന്ന ഫീസിനെ കുറിച്ച് പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ, സ്റ്റുഡൻറ്റ് വിസയിൽ നിന്ന് ഗ്രാജുവേറ്റ് വിസയിലേക്ക് മാറുമ്പോൾ അല്ലെങ്കിൽ PSWക്ക് മാറുമ്പോൾ നമുക്കൊരു വിസ ചാർജസ് വരും. അത് വരുന്നത് ഒരു 822 pounds ആണ്. ഓക്കെ, ഒരാൾക്ക്. അതുകൂടാണ്ട് നമുക്കിവിടെ ഒരു NHSൻ്റെ ചാർജസ് ഉണ്ട്, ലൈക്ക് ഇവിടുത്തെ ഹെൽത്ത് കെയറിൻ്റെ ഒരു ചാർജസ് ഉണ്ട്. അത് ഇപ്പോൾ നമ്മൾ PSW കിട്ടുന്നത് 2 വർഷത്തേക്കാണെങ്കിൽ 1 വർഷത്തേക്ക് വരുന്ന എമൗണ്ട് ആണ് 1355 pounds. 1335 pounds. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ടോട്ടലി വരുന്നത് നമ്മൾ ഈ PSW എടുക്കാൻ സമയത്ത് ടോട്ടൽ വരുന്ന ചാർജസ് എന്ന് പറയുന്നത് 2892 pounds ആണ്. ഓക്കെ, അറൗണ്ട് നമ്മുടെ ഇന്ത്യൻ മണി ഒരു 3 lakhs, അറൗണ്ട് 3 lakhs വരും പെർ ഹെഡ്. ഓക്കെ, അതാണ് ഏറ്റവും വലിയ കാര്യം. സോ ഇതൊന്നും അറിയാണ്ട് കുറേ സ്റ്റുഡൻസ് നമ്മുടെ നാട്ടിൽ നിന്ന് ഇവിടേക്ക് വരുന്നുണ്ട്. എനിക്ക് അവരോട് പറയാനുള്ളത്, ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾ കാര്യമായിട്ട് തന്നെ സെർച്ച് ചെയ്യണം. കാരണം ആ സമയത്ത് നമ്മൾ വിചാരിക്കും ഇവിടെ വന്നിട്ട് പാർട്ട് ടൈം ജോബൊക്കെ കിട്ടിയിട്ട് നമുക്കിതൊക്കെ ശരിയാക്കാൻ പറ്റും. പക്ഷേ എനിക്കിപ്പോൾ പ്രസൻ്റ്ലി ഞാൻ UK ഇവിടെ വന്നിട്ടുണ്ട്. പ്രസൻറ്റ് സിനാരിയോ വെച്ചിട്ട് ഇവിടെ പാർട്ട് ടൈം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കിട്ടിയവർക്കൊക്കെ കുഴപ്പമില്ല, എങ്ങനെയെങ്കിലും ഒപ്പിക്കാൻ പറ്റും. പക്ഷെ കിട്ടാത്ത കുറേ പേരുണ്ട്. അവർക്കൊക്കെ ഈ ഒരു എമൗണ്ട് 3 lakhs എന്ന് പറഞ്ഞ ഒരു എമൗണ്ട് ശരിയാക്കാമെന്ന് പറഞ്ഞാൽ കുറച്ച് അത്യാവശ്യത്തിനും കൂടുതൽ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ
ഇതൊക്കെ അറിഞ്ഞിട്ട് വേണം നമ്മളിവിടെ വരാനായിട്ട്. അതുകൂടാണ്ട് ഇപ്പോൾ ഇവിടെ വന്നിട്ട് കുറേ എന്താ പറയുക റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ ഒരു റൂളിൽ വന്നത് എല്ലാവർക്കും അറിയായിരിക്കും. ഫ്രം ജനുവരി ഓൺവേർഡ് 2024 ഓൺവേർഡ്സ് നമുക്ക് ഡിപ്പെൻഡൻസിന് കൊണ്ടുവരാൻ പറ്റില്ല. സ്റ്റുഡൻസിന് ഡിപ്പെൻഡൻസിന് കൊണ്ടുവരാൻ പറ്റില്ല. ഏത് സ്റ്റുഡൻസിനെ കൊണ്ടുവരാൻ പറ്റുമെന്ന് വെച്ചാൽ ഈ റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് ചെയ്യണവർക്ക് മാത്രമാണ് അവനവൻ്റെ ഡിപ്പെൻഡൻസിന് ഇവിടെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. ബട്ട് ഫോർ എനി നോർമൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ ഏതെങ്കിലും കോഴ്സിനാണെങ്കിൽ സ്റ്റുഡൻസിന് ഡിപ്പെൻഡൻസിന് കൊണ്ടുവരാൻ പറ്റത്തില്ല. ഓക്കെ, സെക്കൻഡ് ചേഞ്ചസ് ഇവിടെ വന്നതെന്ന് വെച്ചാൽ അടുത്തന്നെ വന്നതാണ് മാർച്ച് 11 തൊട്ട്. അതാണ് എന്താണെന്ന് വെച്ചാൽ കെയർ ഹോം വിസ കിട്ടിയവർക്ക് അവരുടെ ഡിപ്പെൻഡൻസിന് കൊണ്ടുവരാൻ പറ്റില്ല. അവരുടെ ഏത് ഡിപ്പെൻഡൻസ് ആണെങ്കിലും അവർക്കൊന്നും ഇവിടെ കൊണ്ടുവരാൻ ഇനി പറ്റില്ല. മീൻസ് ഇവരുടെ ഫുൾ UK ഗവൺമെൻറ് പ്ലാൻ ചെയ്യണത് മൊത്തത്തിൽ ഇമിഗ്രേഷൻ കുറയ്ക്കാനുള്ളൊരു സ്ട്രാറ്റജിയാണ് അവരുടെ. മൊത്തത്തിൽ UK വരുന്ന ഇമിഗ്രേറ്റ്സിനെ അവർക്ക് കുറയ്ക്കണം. അതിനുള്ള ഫുൾ സ്റ്റെപ്സാണ് അവർ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്ത് തന്നെ അവർ ഇപ്പോൾ റിവ്യൂവിലാണ്. ഒരു എന്താ പറയുക മെയ് 14 കഴിഞ്ഞാൽ അവർ ഇപ്പോൾ റിവ്യൂവിനാണ്. ഈ PSW തന്നെ വെക്കണോ വേണ്ട, കാരണം നിങ്ങൾക്ക് അറിയായിരിക്കും ഫ്രം 2012 തൊട്ടാണ് ഈ PSW എന്ന് പറഞ്ഞ സംഭവം വന്നത് UK. അപ്പോൾ അവർ വീണ്ടും അതൊരു പ്രോസസ്സിൽ എടുത്തിരിക്കുകയാണ്. നമുക്കിത് ലൈക്ക് PSWയിലും ഇനി റെസ്ട്രിക്ഷൻസ് വെക്കണോ വേണ്ടെന്നുള്ള കാര്യങ്ങൾ അവർ ഇപ്പോൾ നോക്കുന്നുണ്ട്. അത് പക്ഷേ ഇപ്പോഴൊന്നുമില്ല. ഇപ്പോൾ വന്നവർക്കൊന്നും ഒരു കുഴപ്പമില്ല. വന്നവരൊക്കെ സിംപ്ലി ലൈക്ക് എന്താ പറയുക കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് കോഴ്സ് കംപ്ലീഷന് ശേഷം PSWക്ക് വേണ്ടി അപ്ലൈ ചെയ്യാം. പക്ഷേ ഇനി മെയ് 14 തൊട്ട് അവർ വേറെ എന്തോ റൂൾസ് PSWക്ക് വേണ്ടി എന്താ പറയുക ചെയ്യാൻ പോവുകയാണ്. അതിപ്പോൾ ഇൻ പ്രോസസ്സാണ്. മെയ് 2024 തൊട്ടാണ് അത് എന്തെങ്കിലും വരുള്ളൂ. അതിപ്പോൾ പ്രോസസ്സിലാണ്. പക്ഷേ ഇതൊക്കെ നമ്മൾ അറിഞ്ഞിട്ട് വരുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. കാരണം മുമ്പൊക്കെ ഈ PSWയുടെ തന്നെ റേറ്റിംഗും ഭയങ്കരമായിട്ട് വ്യത്യാസമുണ്ട്. മുമ്പ് ഈ NHSൻ്റെ ചാർജസ് ഭയങ്കര കുറവായിരുന്നു. ഹാഫ് പ്രൈസ് തന്നെയായിരുന്നു. ലൈക്ക് ഇപ്പോൾ 1038 ആണല്ലോ, അതിന് ഹാഫ് ആയിരുന്നു. 600 സംതിങ് ആയിരുന്നു. 600 സംതിങ് പൗണ്ട്സ് മാത്രമായിരുന്നു. അപ്പോൾ ഒന്ന് ആലോചിക്കുക, ഒറ്റയടിക്ക് അവർ ഡബിൾ ആക്കി NHS ചാർജസിനൊക്കെ. അപ്പോൾ അതൊക്കെ ഒരു വലിയ ഐഡിയാണ്. ലൈക്ക് ഒരു ആൾ ഒരു ഫാമിലിയൊക്കെ ആയിട്ട് വരുന്നവർക്കൊക്കെ ഇതൊരു വലിയ വിഷമമാണെന്ന് ആലോചിച്ച് നോക്കി. കാരണം ഹസ്ബൻഡും വൈഫും മാത്രമായിരിക്കും ഏൺ ചെയ്യേണ്ടാവുക. പിള്ളേർക്ക് വേണ്ടിയിട്ട് വീണ്ടും ഒരു 3 ലക്ഷം രൂപ അവർക്ക് വേണ്ടി പെർ ഹെഡ് നമ്മൾ ഉണ്ടാക്കിയേ പറ്റൂ. ഓക്കെ, ഇവിടെ നിർത്തണമെങ്കിൽ. അല്ലെങ്കിൽ കുഴപ്പമില്ല. ബട്ട് ഈ കാര്യങ്ങളൊക്കെ അന്ന് അറിഞ്ഞു വരുന്നത് കുറേ നന്നായിരിക്കും. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ തരാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് തന്നെ. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിൽ എന്നോട് ചോദിക്കാം. ഞാൻ അതൊക്കെ പറയണതായിരിക്കും. എല്ലാവർക്കും ബൈ.